അഭീഷ്ടവരദായകനായ ഗണപതിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കാറുണ്ട്. അവയുടെ ഫലസിദ്ധികൾ ഇങ്ങനെ: ഓം ഗം ഗണപതയെ നമഃ. ബാലഗണപതി അഭീഷ്ടസിദ്ധിയും വീരഗണപതി ശത്രുനാശവും ഉച്ഛിഷ്ട ഗണപതി വ്യവഹാരങ്ങളില് വിജയവും വ്യാപാരാഭിവൃദ്ധിയും നൽകുന്നു. ശിവപാർവതിമാരുടെ പുത്രനും ശിവഗണങ്ങളുടെ നായകനുമാണ് ഗണപതി. വിഘ്നങ്ങളകറ്റുന്ന ഗണപതി വിഘ്നേശ്വരനാണ്. അറിവിന്റെ അധിഷ്ഠാന ദേവതയാണ് ഗണപതിയെന്നും അതിനാലാണ് ആദ്യാക്ഷരം കുറിക്കും മുമ്പ് ഹരി ശ്രീഗണപതയെ നമഃ എന്ന് പ്രണമിക്കുന്നതെന്നും ഒരു പക്ഷമുണ്ട്. ഭയങ്ങൾ അകലാനും സമൃദ്ധിക്കും ശക്തി ഗണപതിയെ ആരാധിക്കാം. ലക്ഷ്മി വിനായകന് സമ്പത്തും ഐശ്വര്യവും നൽകും. ബാധയകലാനും വിഘ്നങ്ങള് മാറാനും വിഘ്നഗണപതിയെയും സർവാഭീഷ്ട സിദ്ധിക്കായി മഹാഗണപതിയെയും ഭജിക്കുക. ഹരിദ്രാഗണപതിയുടെ അനുഗ്രഹം നേടിയാല് സത്സന്തതികളെ ലഭിക്കും. സങ്കടഹര ഗണപതി ദുഃഖങ്ങളകറ്റിയും ഋണമോചന ഗണപതി കടബാധ്യതകളില് നിന്ന് മുക്തി നൽകിയും അനുഗ്രഹിക്കും. ലോകവശ്യത്തിന് ത്രൈലോക്യമോഹന ഗണപതിയെ പൂജിക്കണം. മന്ത്രസിദ്ധിക്കും ആഗ്രഹസാഫല്യത്തിനും സിദ്ധി ഗണപതി തുണയാകും. പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങളെ അതേ വേഗത്തില് തരണം ചെയ്യാന് ക്ഷിപ്രഗണപതിയെ പ്രസാദിപ്പിക്കുക. അപ്പവും അടയും മോദകവുമാണ് ഗണപതിയുടെ ഇഷ്ടനൈവേദ്യങ്ങള്. ഗണപതി ക്ഷേത്രങ്ങളുടെ നടയില് തേങ്ങയുടച്ചാല് തടസ്സങ്ങള് തകർന്നടിയുമെന്നാണ് വിശ്വാസം. ചെമ്പരത്തി, കറുകമാല, ചുവന്ന പട്ട് എന്നിവ വിനായകന് പ്രിയങ്കരങ്ങളാണ്. ഗണപതിക്ക് ഏറെ പ്രിയപ്പെട്ട വഴിപാടാണ് ഗണപതി ഹോമം. ചിങ്ങത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയിലാണ് ഗണപതിയുടെ ജന്മദിനം. വിനായക ചതുർത്ഥി എന്നറിയപ്പെടുന്ന ആ നാളില് ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പൂജകളോടെ ഭഗവാനെ പ്രീതിപ്പെടുത്തണം.